വെൽക്കം ബാക്ക് ടു ഗുഡ് വിൽ പാചകം. ഇന്ന് നമ്മൾ പുതിയ സ്നാക്സുമായി എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള സ്നാക്സ് വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇന്നത്തെ നമ്മുടെ സ്നാക്സാണ് സ്റ്റഫ്ഡ് ബ്രെഡ് ഫ്രൈ. നമ്മുടെ സ്നാക്സിനുള്ള ബ്രെഡ് സ്റ്റഫ് ചെയ്യാനുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കാം. ആദ്യം അതിന് വേണ്ടത് കോക്കനട്ട്, ആപ്പിൾ, ഡേറ്റ്സ്, പിന്നെ കുറച്ച് ജാഗരി ഉരുക്കിയത്, ശർക്കര ഉരുക്കിയത്, ജീരകം, ഏലക്കാപ്പൊടി, നെയ്യ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സ്നാക്സിനുള്ള ബ്രെഡ് സ്റ്റഫ് ചെയ്യാനുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കാം. ആദ്യം അതിന് വേണ്ടത് കോക്കനട്ട്, ആപ്പിൾ, ഡേറ്റ്സ്, പിന്നെ കുറച്ച് ജാഗരി ഉരുക്കിയത്, ശർക്കര ഉരുക്കിയത്, ജീരകം, ഏലക്കാപ്പൊടി, നെയ്യ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അടുപ്പ് കത്തിക്കാം. പാൻ വെച്ചിട്ട് 1 സ്പൂണ് ഗീ ചൂടായി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് 1 നുള്ള് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് ഉണ്ട്. ഇനി നമുക്ക് ജീരകം മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാളികേരം ചിരകി വെച്ചത് ഇട്ട് കൊടുത്തേക്കാം. നാളികേരം ഇടാം. കുറച്ച് ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കോക്കനട്ട് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. അതിനുശേഷം നമുക്ക് നമ്മുടെ ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ശർക്കര നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തീയെല്ലാം കുറച്ചോ. ഇതൊന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ, അതുപോലെ ഡേറ്റ്സ് എല്ലാം ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കാം. അടുത്ത ഡേറ്റ്സ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കാം. ടേസ്റ്റുള്ള ഫില്ലിങ്ങാണ്, എല്ലാവർക്കും ഇഷ്ടമാവുന്നതാണ്. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഫില്ലിങ് പാനിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. നമ്മുടെ ഫില്ലിങ് റെഡിയാക്കി വച്ചിട്ടുണ്ട്. ഇത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് മുക്കിയെടുക്കാനുള്ള ബാറ്റർ റെഡിയാക്കണം. അതിൻ്റെ തയ്യാറെടുപ്പ് നടത്താം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ എള്ള്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 പിഞ്ച് ഏലക്കപ്പൊടി കൂടി ചേർക്കാം. വെള്ളം ഒഴിക്കാം. കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്യാം. നമ്മുടെ മിക്സ് ഏകദേശം തയ്യാറായി. കുറച്ചുകൂടി ഒന്ന് ലൂസാകാം. നമ്മുടെ മിക്സർ തയ്യാറായി. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. കൂടുതൽ ലൂസായി കഴിഞ്ഞാൽ ബ്രെഡ് നനഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ ഈ ഒരു കൺസിസ്റ്റൻസിൽ റെഡിയാക്കി വയ്ക്കുക. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് സ്റ്റഫ് ചെയ്തെടുക്കാം. സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ബ്രെഡ് നമുക്ക് സ്റ്റഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിങ് എടുക്കാം. ഫില്ലിങ് ഒരുപാട് സൈഡിലേക്ക് വെക്കണ്ട. നമുക്ക് അടുത്ത ബ്രെഡ് വെച്ചത്
സ്റ്റഫ് ചെയ്യാനുള്ളതാണ്. റെഡിയാക്കാം. ഇനി നമുക്ക് അടുത്ത് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ മേലെ ബ്രെഡ് വെച്ച് സ്റ്റഫാക്കാം. ഈ നൈഫിനൊന്ന് നമുക്ക് കട്ട് ചെയ്യണം. ഇതിൻ്റെ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. കളറായില്ല, ആ സൈഡോട് കളറാവണം. നമ്മുടെ സ്റ്റഫ്ഡ് ബ്രെഡ് ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. നമുക്കിത് കോരി പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ രണ്ട് വശവും ഫ്രൈ ആയി. നമുക്കിത് കോരി മാറ്റാം. നമ്മുടെ കലക്കൻ സ്റ്റഫ്ഡ് ബ്രെഡ് ഫ്രൈ തയ്യാറാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന അടിപൊളി സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് അയച്ചു തരിക. ലൈക്ക് ചെയ്താൽ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.